ഇതൊരു ആശാ വർക്കറിൻ്റെ ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നമ്മൾ എടുക്കുന്ന വിഷയം എന്നിട്ട് അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ആശാ വർക്കർ എന്ന് പറയുന്ന ഒരു മറ്റേ വിഷയത്തിന് പഠിച്ചാണ് പ്ലസ് വൺ പ്ലസ് ടു. അപ്പോൾ നമുക്കിത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു എൽ കെ ജിയിലെ ബുക്കാണ്. ഈ എൽ കെ ജിയിലെ ബുക്ക് നമുക്ക് ആശാ വർക്കറിന് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ അത് നമ്മൾ എൽ കെ ജി അല്ല യു കെ ജി അല്ല ഒന്നിനും രണ്ടിനും നമുക്കൊരു പുസ്തകം ആവശ്യമില്ലെന്നും പറഞ്ഞ് നമ്മൾ പുസ്തകം പലരും നശിപ്പിച്ച് കളയുകയോ ഇതെടുക്കുകയോ എല്ലാം ചെയ്തു. പക്ഷേ ആ പുസ്തകത്തിൻ്റെ വില ആർക്കും അറിയാൻ പാടില്ല. നമുക്കൊന്നും പഠിക്കാൻ പിന്നീട് ആവശ്യമില്ലെന്നും പറഞ്ഞാണ് ആ പുസ്തകങ്ങൾ നമ്മൾ അതിന് പിന്നീട് നമ്മൾ നല്ല വില കൊടുക്കണം. അത് നമുക്ക് എന്നാണോ നല്ല ശീലങ്ങൾ ചീത്ത ശീലങ്ങൾ അതുപോലെ എന്നാണോ അതൊക്കെ നമുക്ക് സ്വാഭാവികപരമായിട്ടും ഇങ്ങനെയുള്ള ആശാ വർക്കറിൻ്റെ ഇത് പഠിക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണോ നമുക്കിപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിന് തന്നെ പഠിക്കുവാണെങ്കിൽ തന്നെ ഇതേ ഡ്രോയിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം ഈ പറയുന്നതായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ പുസ്തകം ഏതാണെന്ന് നോക്കി, ഇതൊരു എൽ കെ ജിയിലെ പുസ്തകമാണ്. പക്ഷേ നമുക്കത് തോന്നും ഈ പുസ്തകം കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ചെറിയ ചെറിയ ക്ലാസ്സുകൾ, പക്ഷേ നമുക്ക് ഓരോ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നമുക്കത് ആവശ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ വിചാരം നമുക്കത് പിന്നീട് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ കണ്ടിട്ടില്ലേ നല്ല ശീലവും ചീത്ത ശീലങ്ങൾ ഏതൊക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെയുള്ള ആശാ വർക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇതേ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തേക്കുന്ന നമ്മുടെ നമുക്കതുപോലെ അസൈൻമെൻറ്റും കളക്ഷൻ പല പല കാര്യങ്ങൾ നമുക്ക് വരും. നമുക്കതനുസരിച്ച് പടം പൊട്ടിക്കണം എഴുതാനുള്ളതെല്ലാം. നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പുസ്തകം നമുക്ക് പിന്നീട് ആവശ്യമില്ല. ഇത് തന്നെ കണ്ടോ. ഇത് കണ്ടോ നല്ല ശീലങ്ങൾ ചീത്ത ശീലങ്ങൾ നല്ല ശീലങ്ങൾ ഇതേ കണ്ടു. നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ കൈകൾ കഴുകണം. കൈ ശരിക്കും രണ്ട് കൈയും കൂടെ നമ്മൾ ശരിക്കും തിരുമ്മി കഴുകണം. അവസാനം ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ, അതായത് ഒരു കൈ വാഷ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ അവസാനം നമ്മൾ ആ കൈ തുടക്കണം. അതാണ് യൂസ് എ ക്ലീൻ ടവൽ ടു ഡ്രൈ ഹാൻഡ്സ്. അതിൻ്റെ വരെ പിക്ചർ ഒട്ടിച്ചേക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒട്ടിക്കാൻ നമുക്ക് ആവശ്യമില്ല. ഇത് വലിയ വലിയ ക്ലാസ്സുകളിലല്ലേ. പക്ഷേ നമ്മൾക്ക് എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ ആവശ്യമില്ല എന്നും പറഞ്ഞാണ് നമ്മൾ കളയുന്നത്. അതുപോലെ കുറേ പടങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വരയ്ക്കാനും നമ്മൾ പഠിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികപരമായിട്ടും വര നമുക്ക് ആവശ്യമാണ്. ചെറുപ്പം മുതൽ ഏത് ക്ലാസ്സുകളിലാണെങ്കിലും വര സ്വാഭാവികപരമായിട്ടും ഇപ്പോൾ ഒരു പടം വരയ്ക്കാൻ കഴിവില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പടമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ പടമാണെങ്കിൽ ഹാർട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈക്കിൽ പിടിച്ച് ഞെക്കി പറഞ്ഞാലും മതി. അപ്പോൾ അതിൻ്റെ ഇത് വരും. അന്നേരം അത് ഓപ്പണായി വരുമ്പോഴത്തേക്കും അത് നമ്മൾ എന്നാണ് അത് നമ്മൾ ഫോണിൽ വരുമ്പോൾ അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും എന്താണ് അതിൽ പടം വരയ്ക്കണ ഇത് വരും. നമ്മളത് നോക്കി വരച്ച സമയം എന്നിട്ട് ഇപ്പോൾ അതിലൊരു വര വരയ്ക്കും. അതുപോലെ നമ്മൾ വരയ്ക്കണം. മ്യൂട്ട് ചെയ്തങ്ങ് വയ്ക്കണം. പിന്നെയും നമ്മളത് ഓണാക്കണം. എന്നിട്ട് അതുപോലെ തന്നെ പിന്നെയും മ്യൂട്ട് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ നമുക്കതനുസരിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കാണുന്ന ഓരോ ഇതും കൃത്യമായി വരയ്ക്കണം. അതുപോലെ ഏത് കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും പടം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ സിവിലാണെങ്കിലും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗാണെങ്കിൽ തന്നെ നമ്മൾ പടം വരയ്ക്കാൻ ശരിക്കും അറിഞ്ഞിരിക്കണം.
ഇത് കണ്ടോ, അതൊക്കെ ഓരോ പിക്ചറാണ്. ഇത് കണ്ടിട്ടില്ലേ, ഇതാണ് എന്ന് വെച്ച് എന്നാൽ സ്വാഭാവികപരമായിട്ട് നമ്മളൊരു ട്രാഫിക് സിഗ്നലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ സിമ്പൽ. അതുപോലെ എന്നാണ് ഇതെന്താണ്, അതുപോലെ ഇത് നോ ഹോൺ എന്ന് വെച്ചാൽ ഹോൺ അടിക്കാൻ പാടില്ല. നോ സ്മോക്കിംഗ്, വലിക്കാൻ പാടില്ല, അതേ ഒരു സിഗ്നൽ. റെയിൽവേ ക്രോസിംഗ്, അതാണ് പറഞ്ഞത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇത് കണ്ടോ, കൈ വാഷ് ചെയ്യുന്നു, ടാപ്പ് തുറന്ന് വെള്ളം വന്നിട്ട് കൈ വാഷ് ചെയ്യുന്ന പടം. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വന്ന് അത് വെറുതെയാണ്. ഇതിപ്പോൾ ഏത് ഹോസ്പിറ്റല്? കീച്ചേരിയിലെയാണ്, ഇന്ദിര MK എന്ന് പറയുന്ന ഒരാൾ. പിന്നെ അടുത്ത സീസൺ 3 ആണ്, എന്ന് വെച്ചാൽ എക്സ്പെർട്ട് ഇൻട്രാക്ഷൻ ക്ലാസ്. ഇന്ദിരാമ്മ ടീക്ക്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ ഹോസ്പിറ്റലുകളിലായതായ ആൾക്കാരെല്ലാം വന്ന് ക്ലാസ് എടുക്കുന്നതാണ്. പിന്നെ കണ്ട ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് എന്ന് വെച്ചാൽ എന്നാ, സ്വാഭാവികമായിട്ടും ആരോഗ്യമുള്ള. ഈ ന്യൂട്രിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനമാണ്? വിറ്റാമിൻ, മിനറൽസ്, വാട്ടർ, ഈ പറഞ്ഞ സാധനം ഇതെല്ലാം വേണം. ആരോഗ്യം അതുപോലെ പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, ഈ പറയുന്നതല്ല. നമ്മളിപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇങ്ങനെയുള്ള ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തർക്ക് പെറുക്കി കൊടുക്കും, അല്ലെങ്കിൽ കണ്ട തീയിൽ ഇട്ടാണെങ്കിൽ നമ്മൾ കത്തിച്ച് കളയും. അതുപോലെ തന്നെ എന്നാണോ പുറത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് പുസ്തകം പിന്നീട് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, കാരണം പുസ്തകത്തിൻ്റെ വില നമുക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. നമുക്ക് ഒരു പ്രാവശ്യത്തെ പുസ്തകം പിന്നീട് ആവശ്യമില്ലെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാൻ വരില്ല. അതുപോലെ നമുക്ക് ഓരോരോ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വരുമ്പോൾ നമുക്കതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റ് എല്ലാം നമുക്ക് ആവശ്യം. പക്ഷെ നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന പുസ്തകം പിന്നീട് നമുക്ക് ആവശ്യമില്ലെന്ന് പറയും. പ്രത്യേകിച്ച് അസൈൻമെൻറ്റ് വർക്ക്, കളക്ഷൻ വർക്ക്, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ച് അതിൻ്റേതായ പടങ്ങളെല്ലാം നമ്മൾ ഒട്ടിക്കണം, അതനുസരിച്ച് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലെ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ നമുക്ക് പിന്നീട് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ്. കണ്ടോ, ഇതൊരു ഡോക്ടർ തന്നെയാണ്. അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രീകല ആർ. ഇത് ഏത് ഹോസ്പിറ്റല്? എറണാകുളം. അതായത് ചൈൽഡ് കെയർ എന്ന് പറയുമ്പോൾ, ചൈൽഡ് എന്ന് പറയുമ്പോൾ പുള്ളി. അതുപോലെ അടുത്ത സീസൺ 4. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആൾക്കാർ വന്നാണ് ഓരോരോ ക്ലാസ് എടുക്കുന്നത്. അതനുസരിച്ച് പറഞ്ഞു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും എല്ലാം നമുക്കന്നേരം അതനുസരിച്ച് മനസ്സിലാക്കാനുള്ളതും അതനുസരിച്ച് ചെയ്യാനുള്ള വർക്കുകളും എല്ലാം കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം. പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ നമുക്ക് ആ പുസ്തകങ്ങൾ കൊണ്ട് ആവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. ഇപ്പോൾ ഒരു പടം ഒട്ടിക്കേണ്ടി വന്നു, ആ പടം ഒട്ടിക്കാനോടൊപ്പം കൃത്യമായി ഒട്ടിച്ച് വെക്കണ്ടേ. അതുപോലെ ഇതും ഒരു ഡോക്ടറാണ്. ഇത് കീച്ചേരിയിലെ. അതുപോലെ തന്നെ ലിനി ഫിലിക്സ്. ഇത് അരുണസ് എന്ന് പറയുന്ന ഒരാൾ. ഇത് നമ്മുടെ പത്തനംതിട്ടയിലുള്ളതാണ്. ഇത് മുളന്തുരുത്തിയിലെ മേരി ജോ. അപ്പോൾ എന്നാണ് ഇപ്പം ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്തോരം പടങ്ങൾ ഒട്ടിക്കണം, എന്തോരം പടങ്ങൾ നമ്മൾ പഠിക്കണം, എന്തെല്ലാം പഠിക്കണം. ഇതിന് ഏറ്റവും പറ്റിയ വിഷയം നമ്മൾ പഠിച്ച വിഷയമാണ് ബയോളജി. പിന്നെ പടങ്ങൾ, അത് ചെറിയ ചെറിയ ക്ലാസ്സുകളിലുള്ള പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ പുസ്തകങ്ങളെല്ലാം എല്ലാവർക്കും പിറക്കിയും കൊടുത്തൊക്കെ കത്തിച്ചും കളഞ്ഞും
ഇപ്പം ചാമ്പലാക്കി കാണും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങൾ ആവശ്യമില്ല എന്നും പറഞ്ഞ് വെറുതെ എന്നിട്ട് 10 രൂപയ്ക്ക് ഇപ്പോൾ പഴയതുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10 രൂപ 20 രൂപ കിട്ടും. പക്ഷേ അതിൻ്റെ വില അതിനേക്കാൾ വിലയുള്ളതാണ്.